ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നവമാധ്യമത്തിലൂടെ ദൂരത്തും ചാരത്തുമായിരുന്നു കൊണ്ട് ഈ വിശുദ്ധ ആരാധനയിൽ പങ്കാളികളായിത്തീരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിലേക്ക് വലിയവനായിരിക്കുന്ന ദൈവം നമ്മെ കുടുംബമായിട്ട്, വ്യക്തികളായിട്ട്, സഭയായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ആ വലിയവനായിരിക്കുന്ന ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ആരാധനയ്ക്കായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിങ്കൽ കൂടെ അനന്തമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായി സ്തുതിക്കുന്നു. അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയെ ഞങ്ങളെ പൊതിയണം. ആരാധനയുടെ ആത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആദ്യോടൊന്നും അവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ മറവിലും അവിടുത്തെ ആത്മാവിന്റെ കോട്ടയ്ക്കുള്ളിലും ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങളുടെ കർത്താവും പ്രിയക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹ മൂലം അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ക്രിസ്തീയ ഗീതങ്ങളിൽ 205 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 205 ഗീതം ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
ദൈവമാത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലെ സത്യത്തിൽ നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതാ യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ തരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായനയുടെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നതിന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ ദിവസത്തോട് കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ ഉദാത്തമായിരിക്കുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായിട്ട് നമ്മെ തന്നെ ശോധന ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മുടെ ജീവിതയാത്രയിൽ വന്നു പോയിരിക്കുന്ന കുറവുകളെയും കുറ്റങ്ങളെയും നമുക്ക് ദൈവങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ വാക്കില്, നമ്മുടെ പ്രവൃത്തിയില്, ചിന്തയില്, നോട്ടത്തില്, വിചാരങ്ങളിലൊക്കെയും ദൈവത്തിന് അനുഷ്ഠിതമായിരിക്കുന്നത് നാം ഓരോരുത്തരും ചെയ്തിരിക്കുന്നു. നമ്മുടെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്നല്ല ചെയ്തിരിക്കുന്ന സ്വർഗീയ നല്ല പിതാവിൻ്റെ അരുമസന്നിലാണ് നാം എടുത്തു വന്നിരിക്കുന്നത്. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം.
നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായിട്ട് ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് പങ്കുകാരായി തീരാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ സകല പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാമോദനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവവചന സൃഷ്ടിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 100-ാം സങ്കീർത്തനം നമുക്ക് വാക്യമായിട്ട് വായിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യത്തിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ സമയത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, സുവിശേഷം എന്നീ ക്രമത്തിൽ ഇന്നത്തേക്ക് വായിപ്പാന്നിച്ചിരിക്കുന്ന പ്രത്യേക വേദഭാഗങ്ങൾ നമുക്ക് ഈ സമയത്ത് ശ്രമിക്കാം. Today's first lesson is taken from Proverbs chapter 8 verses beginning from 1 to 12. Proverbs chapter 8 verses beginning from 1 to 12. Listen, wisdom is calling out. Reason is making herself heard. On the hilltops near the road and at the crossroads she stands. At the entrance to the city, beside the gates, she calls. I appeal to you, mankind. I call to everyone on earth. Are you immature? Learn to be mature. Are you foolish? Learn to have sense. Listen to my excellent words. All I tell you is right. What I say is the truth. Lies are hateful to me. Everything I say is true. Nothing is false or misleading. To the man with insight, it is all clear. To the well-informed, it is all plain. Choose my instructions instead of silver. Choose knowledge rather than the finest gold. I am wisdom. I am better than jewels. Nothing you want can compare with me. I am wisdom, and I have insight. I have knowledge and sound judgment. Here is the first lesson. സങ്കീർത്തനങ്ങൾ 119 അധ്യായം 97 മുതൽ 104 വരെ നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 119 അധ്യായം 97 മുതൽ 104 വരെ. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അത് എന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കാൻ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വാക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ, ആദ്യങ്ങളിൽ എപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. ഈ വിശുദ്ധ ദിവസത്തിൽ വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദപാഠം അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 38 വരെ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 38 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പിൻ. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്നുള്ള ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ
കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിൽ ഇരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ഡൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. ഇങ്ങനെ രണ്ടാം പാഠം വായിച്ച് അവസാനിപ്പിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിൽ വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള തിരുവചനം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള തിരുവചനം ശ്രദ്ധയോടെ കേൾപ്പി. അവർ പോകുന്നത് പലരും കണ്ടറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. പിന്നെ നേരെ നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു, ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരവും നന്നേ വൈകി, ഭക്ഷിപ്പാൻ ഇല്ലായകയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്, ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അവർ 100ഉം 50ഉം വീതം നിരനിരയായി ഇരുന്നു. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും ഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി കഷണങ്ങളും മീൻ നുറുക്കും 12 കുട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാർ ആയിരുന്നു. നാം വായിച്ചു കേട്ടത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ദൈവവചന കേൾവിക്ക് നമ്മെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 229 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 229 കീർത്തനം ചേർന്ന് പാടി ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം.
നിത്യനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹസമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ അല്പസമയം അവിടുത്തെ ജീവനും ചൈതന്യവുമുള്ള അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൻ കീഴിലായിരിക്കേണ്ട കർത്താവേ, വചനം ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ വചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങളെയും പൊരുളുകളെയും ഗ്രഹിപ്പാൻ ആവശ്യമായിരിക്കുന്ന കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണം കർത്താവേ. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിന് ആശ്വാസവും വിടുതലും നൽകുന്നതായി തീരണം പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ തക്കവണ്ണം ബലഹീനനാവുന്ന അടിയനെയും അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ റോഷിൻ്റെ മറവിൽ അവിടുന്ന് എല്ലാവരെയും മറക്കി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാതുകളെയും ഹൃദയങ്ങളെയും ഒരുക്കി പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും എടുക്കണം യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ നവമാധ്യമത്തിലൂടെ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിലേക്ക് നാം സഭയായിട്ട്, കുടുംബങ്ങളായിട്ട്, വ്യക്തികളായിട്ട് നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ദക്ഷിണേന്ത്യ സഭ വിദ്യാർത്ഥി ഞായറാഴ്ചയായിട്ടാണ് ആചരിക്കുന്നത്. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നൽകിയിരിക്കുന്നത് അധ്യാപകർ വിമോചനത്തിൻ്റെ ചാലകങ്ങൾ എന്നതാണ്. അധ്യാപകർ വിമോചനത്തിൻ്റെ ചാലകങ്ങൾ എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. അധ്യാപക വിദ്യാർത്ഥി ബന്ധം അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സാമൂഹിക ക്രമമാണ്. ഭാരതത്തിൽ നിലനിന്നിരുന്ന ഗുരുകുല വിദ്യാഭ്യാസ രീതി മുതൽ ആധുനിക കാലഘട്ടത്തിലെ DPEP വരെ വന്നതിൻ്റെ പിന്നിൽ ആശയപരമായിട്ട് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഒഴിഞ്ഞ പാത്രമായി വരുന്ന വിദ്യാർത്ഥിക്ക് അറിവ് നിറയ്ക്കുക അധ്യാപകൻ എന്ന സങ്കല്പം ഇപ്പോൾ മാറിയിട്ടുണ്ട്. മർദ്ദിതരുടെ ബോധശാസ്ത്രം എന്ന വിശ്വവിഖ്യാതമായിരിക്കുന്ന ഗ്രന്ഥത്തിൽ പൗലോ ഫ്രയർ വിദ്യാഭ്യാസത്തിൻ്റെ വിമോചന പ്രക്രിയയുടെ പ്രാധാന്യം വളരെ കൃത്യമായിട്ട് ആ വിശ്വവിഖ്യാതമായിരിക്കുന്ന ഗ്രന്ഥത്തിൽ വരച്ചു കാണിക്കുന്നുണ്ട്. അധ്യാപകർ വിമോചനത്തിനായിട്ട് വിദ്യാർത്ഥികളെ ഒരുക്കി എടുക്കുന്നവരാകണമെന്ന് ശക്തമായിട്ട് വാദിക്കുന്നു. വിദ്യാഭ്യാസം എന്നതിന് അറിവ് നേടുന്നത് മാത്രമല്ല, പ്രത്യുത അറിവ് അത് മനുഷ്യരുടെ സമഗ്രമായിരിക്കുന്ന വളർച്ചയ്ക്ക് ഒരുക്കുന്നതാണ് എന്നും വിശ്വാസം വളരെ ശക്തമായിട്ട് പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ് എന്നതാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത് നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്ത് കർത്താവിൻ്റെ വചനത്തിൽ ആകൃഷ്ടരായിരിക്കുന്ന ജനം വിശപ്പ് മറന്ന് അവിടെ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ ഉപദേശം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ഈ ജനം അവിടെ ഇരിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ കർത്താവ് അവരുടെ വിശപ്പടക്കുവാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് യേശു ഏറ്റവും ശ്രേഷ്ഠ ഗുരുവും നല്ല ഒരു അധ്യാപകനുമായിരുന്നു. തൻ്റെ ജ്ഞാന ബോധന പ്രക്രിയയിലൂടെ തന്നെ അനുഗമിച്ചവരെ സീമകളില്ലാത്ത വിമോചനത്തിൻ്റെ ആകാശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് യേശു ചെയ്തത്. അതുകൊണ്ട് വിമോചന പ്രക്രിയയിൽ വ്യാപൃതരാകുന്ന ആർക്കും മാതൃകയാക്കുവാൻ കഴിയുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ ബോധന രീതി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ബോധന രീതിയാണ് ഇന്ന് നാം വായിച്ചു കേട്ട
വിശുദ്ധ മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അധ്യാപകർ വിമോചനത്തിന്റെ ചാലകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി എളിയ 2 ചിന്തകളാണ് ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിമോചനത്തിലേക്ക് നയിക്കുന്ന ബോധനം. വിമോചനത്തിലേക്ക് നയിക്കുന്ന ബോധനം. സന്ധ്യ വരെ പ്രസംഗം കേട്ടിരുന്ന ജനം വിശന്ന് വലഞ്ഞു എന്ന് ശിഷ്യന്മാർ കർത്താവിനെ അറിയിച്ചു. അതുകൊണ്ട് അവരെ വിട്ടയക്കണമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ബോധന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കുന്ന യേശു തൻ്റെ പ്രസംഗം കേൾക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടുന്ന ഒരു കടമയെ കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ കർത്താവ് ശിഷ്യന്മാരും വെറും വചനം പ്രഖ്യാപിക്കുന്നവർ മാത്രമല്ല, മറിച്ച് ജനത്തിന്റെ എല്ലാ ആവശ്യങ്ങളെ കുറിച്ച് കൃത്യമായിരിക്കുന്ന ബോധ്യം ഉള്ളവരായിരുന്നു യേശു ക്രിസ്തുവിന്റെ ശിഷ്യ സമൂഹം എന്ന് പറയുന്നത്. രോഗികളെ സൗഖ്യമാക്കിയതും മരിച്ചവരെ ഉയർപ്പിച്ചതും വിശന്നവർക്ക് ഭക്ഷണം നൽകിയതും എല്ലാം ഇതിന്റെ വലിയ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു. ഇവിടെ നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്ത് വിശന്നു വലഞ്ഞ ജനത്തിന് ഭക്ഷണം നൽകുവാൻ ശിഷ്യന്മാരോട് യേശു ആവശ്യപ്പെടുകയാണ്. ഇത് ഇന്നും തുടരണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിനെന്നാണ് യേശു അവിടെ ശിഷ്യന്മാരോട് പറയുന്നത്. സമൂഹത്തിൽ സാമ്പത്തികമായും സാംസ്കാരികപരമായും വൈകാരികപരമായും സാമൂഹികപരമായിട്ടും ഒറ്റപ്പെട്ട ധാരാളം പേർ നമ്മുടെ സമൂഹത്തിന്റെ മധ്യത്തിലുണ്ട്. അവരുടെ പരിമിതികളിലേക്ക്, അവരുടെ പ്രശ്നങ്ങളിലേക്ക്, അവരുടെ വേദനകൾ ഇവയെ കണ്ടില്ലെന്ന് നടിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ രീതികളൊക്കെ ഇന്ന് തിരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയത് വിമോചനത്തിലേക്ക് നയിക്കുന്ന ബോധനത്തെ കുറിച്ച്. അധ്യാപകർ എപ്പോഴും വിമോചനത്തിലേക്ക് നയിക്കുന്ന ബോധനത്തിന്റെ വക്താക്കളായി തീരണം. അതിന് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഉദാഹരണമായിരുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ബോധന ശുശ്രൂഷ എന്ന് പറയുന്നത്. തന്നെ കേൾക്കുന്ന ജനത്തിന്റെ വേദനകളെ മനസ്സിലാക്കുവാൻ, അവരുടെ വിശപ്പടക്കുവാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ തന്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. എന്റെ അയൽവാസിയെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ശരിയായിരിക്കുന്ന വിദ്യാഭ്യാസ രീതിയല്ല. എന്റെ സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധികളും സുഖസൗകര്യങ്ങളും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് വിദ്യാഭ്യാസം നേടുന്നതെങ്കിൽ അതുകൊണ്ട് സമൂഹത്തിനോ സഭയ്ക്കോ മറ്റുള്ളവർക്കോ യാതൊരു പ്രയോജനവുമില്ല. നാം ആർജിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസമുണ്ടല്ലോ, അത് സമൂഹത്തിലും സഭയിലുമൊക്കെ കഷ്ടതയിലൂടെ, രോഗത്തിലൂടെ, നൊമ്പരങ്ങളിലൂടെ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം പകരുന്നതിനുള്ള മുഖാന്തരമായി തീരണം. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ, അങ്ങനെ സമഗ്രമായിരിക്കുന്ന വിമോചനത്തിന്റെ ബോധന ശുശ്രൂഷ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കണം. സമൂഹത്തിലെ തെറ്റായിരിക്കുന്ന പ്രവണതകളെ കൃത്യമായിട്ട് വിലയിരുത്തുവാനും അതിനുവേണ്ടി അധ്വാനിക്കാനും കഴിഞ്ഞാലേ പഠനം എന്ന് പറയുന്നത് അത് അർത്ഥപൂർണമായിട്ട് തിരികെയുള്ളൂ. അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നാം ഈ നാടുകളിൽ ആർജിച്ചെടുക്കുന്നത്. അപ്പോഴാണ് സമഗ്രമായിരിക്കുന്ന അല്ലെങ്കിൽ വിമോചനത്തിലേക്ക് നയിക്കുന്ന ഒരു ബോധന ശുശ്രൂഷ നമുക്ക് ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ സാധിക്കുന്നു. 2, ചുറ്റുപാടുകളെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്നവർ ആയിരിക്കുക.
ചുറ്റുപാടുകളെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്നവർ ആയിരിക്കുക എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ഒരു ഗുരു എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ വ്യത്യസ്തമാക്കുന്നത് തൻ്റെ ചുറ്റുപാടുകളെ വളരെ പെട്ടെന്ന് വിലയിരുത്തുവാനായിട്ടുള്ള യേശുവിൻ്റെ കഴിവിനെ കുറിച്ചാണ്. യേശു ഇതാ വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്ത് തന്നെ തേടി വന്ന ജനങ്ങളുടെ അവസ്ഥ അത് വളരെ പെട്ടെന്ന് യേശു മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് യേശു പറയുകയാണ്, അവിടെ ഇടയിലില്ലാത്ത ആടുകൾ എന്ന ഒറ്റ സംജ്ഞയിൽ അത് പാലസ്തീനിലുണ്ടായിരുന്ന ജനങ്ങളുടെ മതപരമായിരിക്കുന്ന, സാമൂഹികപരമായിരിക്കുന്ന, സാംസ്കാരികമായിരിക്കുന്ന, പരിതാപകരമായിരിക്കുന്ന അവസ്ഥയെ കുറിക്കുവാനായിട്ടാണ് യേശു ഇടയിലില്ലാത്ത ആടുകൾ എന്ന് പറയുന്ന സംജ്ഞ അവിടെ ഉപയോഗിച്ചത്. എല്ലാ തരത്തിലും തകർക്കപ്പെട്ട് ജനങ്ങളാണ് തൻ്റെ ചുറ്റും നിൽക്കുന്നത്. തൻ്റെ ഉപദേശം കേൾക്കുവാനായി കൂടിയിരിക്കുന്ന ജനമെന്ന് പറയുന്നത് എല്ലാ തരത്തിലും തകർക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് തന്നെ കേൾക്കുവാനായിട്ട് കൂടിയിരിക്കുന്നത് എന്ന് ഉള്ള തിരിച്ചറിവ് യേശു വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെയുള്ളവരെ കണ്ട് യേശുവിന് അവരോട് മനസ്സലിവുണ്ടാകുകയാണ്. യേശുവിൻ്റെ മനസ്സലിവാണ് പലപ്പോഴും ജനതകളുടെ വിമോചനത്തിലേക്ക് വഴി നടത്തുന്നത്. ചുറ്റുപാടുകളെ, താൻ ജീവിക്കുന്ന ജീവിത പരിസരങ്ങളെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുക എന്നതാണ് വിമോചന പ്രക്രിയയുടെ ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന പടി എന്ന് പറയുന്നത്. നാം ആയിരിക്കുന്ന സമൂഹത്തെ, നാം ആയിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളെ, നാം ബന്ധപ്പെടുന്ന വ്യക്തികളെയൊക്കെയും അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകളെയും ചുറ്റുപാടുകളെയും മനസ്സിലാക്കുവാൻ, അവരുടെ വേദനകളിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലുവാനായിട്ട്, മനസ്സലിവുള്ളവരായിട്ട് തീരുവാൻ ദൈവമക്കളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അധ്യാപകരെ കുറിച്ചും അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ഒരു നല്ല അധ്യാപകനായിട്ട് നിന്നപ്പോൾ യേശു തൻ്റെ മുമ്പിലിരിക്കുന്ന പുരുഷാരത്തിലെ ഓരോ ജനവിഭാഗങ്ങളെ കുറിച്ചും അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു ശ്രമം യേശുവിന്റെ ഭാഗത്തുനിന്നുണ്ടായി. വിശപ്പിനോട് മാത്രമല്ല യേശു മനുഷ്യന്റെ എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങളോടും ഉണ്ടായിരിക്കേണ്ടുന്ന സമീപനത്തെ കുറിച്ചാണ് യേശു ആ ധ്യാന വേദഭാഗത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ അവയിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു വിമോചനം അത് സാധ്യമല്ല. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും ഒന്നിച്ച് പരിഹരിക്കുക അതും സാധ്യമല്ലാത്ത ഒന്നാണ്. എന്നാൽ ചെറിയ ചെറിയ ബദലുകൾ സൃഷ്ടിക്കുവാനായിട്ട് ദൈവമക്കളായിരിക്കുന്ന നമുക്കും അധ്യാപകർക്കുമൊക്കെയും സാധിക്കണം. യേശുക്രിസ്തുവിന്റെ വിമോചന ശുശ്രൂഷ ഇത്തരത്തിലുള്ള ഒരു ശുശ്രൂഷയായിരുന്നു യേശു നടത്തിയത്. അതുകൊണ്ട് വിമോചനത്തിന്റെ ചരിത്രം നാം പരിശോധിച്ചാൽ ഇത് സത്യമാണ് എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകും. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യ അത് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഉണർന്നു പ്രവർത്തിച്ചത് ഇന്ത്യക്കാരാണ്. അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമായിട്ടുണ്ട്. കറുത്തവർഗക്കാരുടെ വിമോചനത്തിനായിട്ട് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ നേതൃത്വത്തിൽ കറുത്തവരാണ് തെരുവുകളിൽ ഇറങ്ങിയത്. വിമോചനം എന്ന് പറയുന്നത് അതാരും സൗജന്യമായി നൽകിയതല്ല, മറിച്ച് അധ്വാനത്തിലൂടെ നേടിയെടുക്കുന്നതാണ്. കർത്താവ് ഇതിനുള്ള വലിയൊരു മാതൃകയാണ് എന്നത് മറന്നുപോകുവാൻ പാടില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളെ സൂക്ഷ്മമായിട്ട് ഒന്ന് നിരീക്ഷിക്കുവാനായിട്ട്, വേദനിക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും നൊമ്പരങ്ങളും അനുഭവിക്കുന്നവർക്കൊക്കെ
ഒരാശ്വാസത്തിന്റെ താങ്ങായിട്ടും തണലായിട്ടും നിൽക്കുവാൻ ദൈവമക്കളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അപ്പോഴാണ് ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ശുശ്രൂഷ നമുക്ക് ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ സാധിക്കുന്നത്. നാം ഇന്ന് അധിവസിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ എത്രയോ പേർ കഷ്ടതയിലൂടെയും ഭാരങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവരെ നമുക്ക് ഉള്ളതുപോലെ നമ്മുടെ കണ്ണുകൾ തുറന്നവരെ ഒന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ അവരെ കണ്ടിട്ടും കാണാത്ത പോലെ നാം നടിക്കുന്നവരായിട്ടാണോ ഇന്ന് ജീവിക്കുന്നത്? എന്നാൽ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ആവശ്യങ്ങളിലിരിക്കുന്നവരെ നമുക്ക് കാണുവാനായിട്ട്, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, അവരെ ദൈവരാജ്യത്തിൻ്റെ സമഗ്രമായിരിക്കുന്ന വിമോചനത്തിലേക്ക് അവരെ ചേർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ വലിയ ശുശ്രൂഷ നമുക്ക് ഈ നാളുകളിൽ ചെയ്യുവാൻ സാധിക്കണം. അതുകൊണ്ട് വലിയവനായിരിക്കും ദൈവം എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ശുശ്രൂഷ വളരെ വിശ്വസ്തയോടുകൂടി നിറവേറ്റുവാനായിട്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിൽ ഉൽപ്പാദിക്കപ്പെട്ടു ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു, പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മനാൾ കൊണ്ടാടിയത് കുമാരി ഇമ്മ മരിയ ജോ, മിസ്റ്റർ സി ജോർജ്, മിസ്റ്റർ സോനു ചാക്കോ, മിസ്റ്റർ ദീപു ജോർജ്. ജന്മദിനത്തിലൂടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവർക്ക് സഭയുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാ പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന ആശംസകളും ഭാവങ്ങളും നേരുന്നു. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും കൃപയുടെയും വർഷമായി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മക്കളെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തുതിക്കുന്ന കർത്താവേ, ജന്മദിനത്തിലൂടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളെല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഓർത്ത് കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ആയുസ്സിന്റെ നാളുകളും ഭരിക്കുമ്പോൾ കർത്താവേ, കർത്താവ് ഉദ്ധാനമായി നൽകുന്നതോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സഹായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളൊക്കെയും വ്യാപരിച്ച എല്ലാ ദൈവകൃപകൾക്കായിട്ടും നന്മകൾക്കായിട്ടും നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, നിന്റെ മക്കൾ പ്രവേശിച്ചിരിക്കുന്ന പുതിയ വർഷം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും കൃപയുടെയും വർഷമാക്കി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പൊന്നുനാമഹത്വത്തിനായി ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് പ്രിയപ്പെട്ട മക്കൾ എല്ലാവരോടും സഹായി പ്രാർത്ഥിക്കുന്നു. സകലവിധമായ നന്മകളാലും കൃപകളാലും നിറ പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം പങ്കെടുക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ, നിങ്ങളോടുകൂടി. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസ്വർഗത്തിലെ പല ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാടുകൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളെ വെടിവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. എന്നത്തേക്കുള്ള
വിവേകവും വിലയേറിയ സ്വർണ്ണത്തെക്കാളും ഉത്തമെന്ന് അവിടുന്ന് ഞങ്ങളോട് അരുളിയല്ലോ. അനുകമ്പയോടും ആർദ്രതയോടും കൂടെ സത്യത്തെയും തിരിച്ചറിവിനെയും കുറിച്ചുള്ള അന്വേഷണകാരാകുന്ന നല്ല അധ്യാപകരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും വിമോചനവാഹകരായി തീർന്ന് തേനിനേക്കാളും തെൻകട്ടേക്കാളും മധുരമേറെ തിരുവചനത്തിൽ വേരൊന്നുവാൻ സഹായിക്കണമെന്ന് അങ്ങയോട് പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാ ജീവിച്ചു വാഴുന്നു ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവ്, ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തെ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെ ശക്തിയെ ഭയപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസനായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളെവിടെയും എന്നേക്ക് ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നിർത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആത്മീയ ഗാനങ്ങളിൽ 23-ാമത്തെ ഗാനം നമുക്ക് ചേർന്ന് പാടാം. ആത്മീയ ഗാനങ്ങളിൽ 23-ാമത്തെ ഗാനം നമുക്ക് ചേർന്ന് പാടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരെ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരെ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായത്, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായത്. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്നിരിക്കുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയറ്റാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട പുത്രനായ കർത്താവായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് നൽകിയപ്പോൾ അവനോടുകൂടെ സകലവും നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. തന്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്ക വിധം ഈ ലോകത്തെയും നമ്മെയും സ്നേഹിച്ച, ഇന്നും ആഴമായി നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ നമുക്ക് ഭരമേൽപ്പിക്കാം. വിശ്വസ്തനായ ദൈവം, അത്യുന്നതനായ ദൈവം, തന്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, അവർക്ക് വേണ്ടി അത്ഭുതകരമായി അതിശയകരമായി വഴികളും വാതിലുകളും ഒരുക്കുന്ന ദൈവം, പ്രാർത്ഥനയുടെ കരുത്തും പ്രാർത്ഥനയുടെ ചൈതന്യവും പ്രാർത്ഥനയിൽ ലഭിക്കുന്ന വിടുതലും നമുക്ക് സാക്ഷ്യമാക്കി തന്ന 5000 ദിനത്തിന് ആഹാരം നൽകി പോഷിപ്പിച്ച, പ്രാർത്ഥനയുടെ മഹത്വം വെളിപ്പെടുത്തിയ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകൾ അനവധിയുണ്ട്. എങ്കിലും അതിനതിജീവിക്കുവാൻ കർത്താവ് നമ്മെ ശക്തനാക്കുന്നു. അതുകൊണ്ട് നമ്മെ ശക്തനാക്കുന്നവന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്തനുഭവിക്കാം. കർത്താവ് നൽകിയ നന്മകൾക്ക് നന്ദി പറയാം. എത്രത്തോളം അത്ഭുതകരമായി, എത്രത്തോളം അതിശയകരമായി നാഥ ഞങ്ങളെ നീ പരിപാലിക്കുന്നു, ഞങ്ങളെ നീ നടത്തുന്നല്ലോ, ഞങ്ങളെ നീ സ്നേഹിക്കുന്നല്ലോ. കർത്താവെ നന്ദി എന്ന് പറഞ്ഞ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവനോട് ചോദിക്കുന്നവരെ ഉപേക്ഷിക്കുന്നില്ല, അപേക്ഷിക്കുന്നവരെ തള്ളിക്കളയുന്നില്ല. കാരുണ്യവാനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ നമുക്ക് പ്രവേശിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചുറ്റുപാടുകളുടെ ഭവനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളെയും ക്ഷീണിതരെയും ദുഃഖിതരെയും പ്രയാസം അനുഭവിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കാരുണ്യവാൻ പരിശുദ്ധനുമായ ദൈവമേ, താവിന്റെ വലിയ കൃപ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് മധ്യസ്ഥത അടയ്ക്കാം. നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന അനേകം മക്കളുണ്ടല്ലോ, അവരെ സ്വർഗസ്ഥ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ദൈവാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാലയ ശുശ്രൂഷ കുടുംബത്തെയും ഓർക്കാം. ദൈവാലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജോലിയിൽ, കുടുംബജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ, ആവശ്യങ്ങളിൽ നിരന്തരമായ ദൈവകൃപ ഉണ്ടാകേണ്ടതിന് നമുക്ക് മധ്യസ്ഥത അണയ്ക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്ന അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയും ഓർക്കാം. ബലഹീന വേളകളിൽ ബലം പകരുന്ന പരിശുദ്ധാത്മാവിനാൽ അവരെ ശക്തരാക്കേണ്ടതിന് നമുക്ക് മധ്യസ്ഥത അണയ്ക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആവശ്യമായിരിക്കുന്ന മക്കളെ ഓർക്കാം.
സാമ്പത്തികമായി ഞെരുക്കപ്പെടുന്ന കുടുംബങ്ങളെ ഓർക്കാം. പ്രയാസം അനുഭവിക്കുന്നവരെ ഓർക്കാം. തകർന്നും നുറുങ്ങിയും നിരാശ ബാധിച്ചിരിക്കുന്നവരെ ഓർക്കാം. ഏകാന്തതയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് സഹായകനാകണമേ, കർത്താവ് വിടുതൽ നൽകണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെല്ലാം ആഗ്രഹങ്ങളുമായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടോ അവരുടെ സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ നാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ മഹായിടവകെ, നമ്മുടെ ബിഷപ്പിനെ, മഹായിടവക ഭാരവാഹികളെ, ശുശ്രൂഷകരെ, ദൈവജനത്തെ, ദൈവാലയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദക്ഷിണ ഭാരത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സിനഡിന് വേണ്ടി പ്രാർത്ഥിക്കാം. 24 മഹായിടവകൾ, നമ്മുടെ എല്ലാ വിശ്വാസ ജീവിതങ്ങളിൽ സഭകളിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഭാരതീയ മണ്ണിൽ ഭാരതീയ സഭയായി വളരുവാൻ സ്വർഗത്തിൽ അപ്പച്ച ഈ സഭയെ അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൊറോണ നാളുകളിൽ ലോകത്തിന്റെ സൗഖ്യത്തിനു വേണ്ടി, ലോകത്തിന്റെ വിടുതലിന് വേണ്ടി കർത്താവിനോട് നമുക്ക് മധ്യസ്ഥത നടത്തി പ്രാർത്ഥിക്കാം. രോഗികളുടെ നല്ല വൈദ്യനായ കർത്താവ്, ലോകത്തിന്റെ സൗഖ്യദായകനായ കർത്താവ്, ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങളിൽ നിന്ന് ലോകത്തിന്റെ കണ്ണുനീർ തുടച്ച് ലോകത്തിന് സമാധാനം കൊടുക്കേണ്ടതിന്, സൗഖ്യം നൽകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് ബാധിതരാകുന്ന എല്ലാവരും ഓർക്കാം. കർത്താവേ, കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിക്കാം. നിരീക്ഷണം കഴിയുന്നവരുണ്ട്, അതിനുശേഷം കഴിയുന്നവരുണ്ട്, ക്വാറന്റൈനിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും കർത്താവ് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. സൗഖ്യദായക കർത്താവിന്റെ കരം ആ മക്കളുടെ മേൽ വയ്ക്കണമേ എന്ന് അപേക്ഷിക്കാം. എല്ലാ ക്വാറന്റൈൻ കേന്ദ്രങ്ങളെയും ഓർക്കാം. കൊറോണ രോഗബാധിതമായ എല്ലാ രാജ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ അപ്പച്ച, ഭൂമി നിന്റേതാണ്, ഭൂതലം നിന്റേതാണ്, അതിലെ സകല നിവാസികളും നിന്റേതാണ്. ഈ ലോകത്തെ സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിക്കാം. രോഗശാന്തിക്ക് വേണ്ടി, രോഗസൗഖ്യത്തിനു വേണ്ടി കഠിനമായി ജോലി ചെയ്യുന്ന ലോകത്തെമ്പാടുമുള്ള ഡോക്ടർമാർക്ക് വേണ്ടി, നഴ്സുമാർക്ക് വേണ്ടി, ആശുപത്രി ജീവനക്കാർക്ക് വേണ്ടി, ആരോഗ്യമേഖല അധ്വാനിക്കുന്നവർക്ക് വേണ്ടി, ഫാർമസിസ്റ്റുകളെ ഓർത്ത്, ലാബ് ടെക്നീഷ്യന്മാരെ ഓർത്ത്, വൈദ്യശാസ്ത്രം ജോലി ചെയ്യുന്ന എല്ലാ സയന്റിസ്റ്റുകളെ ഓർത്ത് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കുഞ്ഞുങ്ങൾ ശുശ്രൂഷകളിലൂടെ, അത്ഭുതകരമായ കണ്ടുപിടുത്തത്തിലൂടെ രോഗസൗഖ്യത്തിനുള്ള വാക്സിനേഷൻ ഫലപ്രദമായി തീരുവാൻ കർത്താവെ കരുണ കാണിക്കണമേ എന്ന് അപേക്ഷിക്കാം. സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാം ആവശ്യങ്ങളെ സമർപ്പിച്ചു കൊടുക്കാം. ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് വലിയ കൃപ ലഭിപ്പാൻ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രയാസങ്ങൾ വരുമ്പോഴും, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, പ്രതികൂലങ്ങളുടെ മധ്യത്തിലും കർത്താവെ അനുകൂലമായിരിക്കേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതികൂലങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ, പ്രശ്നങ്ങൾ മാറിപ്പോകുവാൻ, ശാന്തതയുണ്ടാകുവാൻ, സൗഖ്യമുണ്ടാകുവാൻ, സന്തോഷമുണ്ടാകുവാൻ കർത്താവ് ഈ ഭൂമിയെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കുഞ്ഞുങ്ങളെ നാഥന്റെ കരങ്ങളിലേക്ക് നമ്മെ ഭരമേൽപ്പിക്കാം. വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി, നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ മുൻപാകെ ഒരുമിച്ച് പാടുവാൻ, ആരാധിക്കുവാൻ, മധ്യസ്ഥത അണയ്ക്കുവാൻ, വിശ്വാസമേറ്റുചൊല്ലുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി. കുറവുകൾ കർത്താവ് അറിയുന്നു, പൊറുക്കണമേ. നിന്റെ ജീവിപ്പിക്കുന്ന ആത്മാ ഞങ്ങളെ ശക്തീകരിക്കണമേ. നിന്റെ ശക്തിയും ബലവും അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ആരാധന, ഈ ശുശ്രൂഷ വ്യക്തിപരമായ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, തലമുറകളിൽ, ദേശത്ത്, സഭയിൽ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ കൂടിവരവനെ അനുഗ്രഹിക്കണമേ. ആരാധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, അവരുടെ കുടുംബങ്ങളെയും, അവർക്കുള്ള സകലത്തെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആണിപ്പാടിന്റെ കരങ്ങൾ പറഞ്ഞ കുഞ്ഞുങ്ങളെ മറയ്ക്കുകയും സൗഖ്യം നൽകുകയും സുഖത്തോടും ക്ഷേമത്തോടും ദേശത്ത് നീ കാത്തുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആലയത്തെ അനുഗ്രഹിക്കണമേ, ആലയത്തിലെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ നാഥൻ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളുണ്ട് കർത്താവേ, പ്രയാസങ്ങളുണ്ട് ദൈവമേ, ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളുമുണ്ട്, ആശങ്കകളുണ്ടെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് ഞങ്ങളെ സൗഖ്യമാക്കുവാൻ ശക്തനാകിയാൽ സ്തോത്രം. അതുകൊണ്ട് പിതാവേ, ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളുടെ ആവലാദികളെ, കണ്ണുനീരിനെ, സങ്കടത്തെ, വേദനയെ സമർപ്പിക്കുന്നു. ഈ ലോകത്തെ സൗഖ്യമാക്കണം, ഈ ലോകത്തെ കെടുതികൾ മാറ്റണമേ, കണ്ണുനീർ തുടയ്ക്കണമേ, നീ കൂടിയിരിക്കണമേ. ഈ
പ്രതികൂലങ്ങൾ കഴിഞ്ഞു പോകുവോളം ഞങ്ങൾക്ക് നീ സങ്കേതവും കോട്ടയും മറയുമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രതികൂലങ്ങൾ മാറി ഈ കോവിഡ് മഹാമാരി ഒഴിഞ്ഞ് ഞങ്ങളുടെ ദേവാലയങ്ങളിൽ വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, കൂട്ടായ്മ കൂടുവാൻ, ഒരുമിച്ച് ആരാധിക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചാ ഞങ്ങളെ തുണയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. തായ് മഹായിടവെ അനുഗ്രഹിക്കണമേ, ബിഷപ്പിനെ അനുഗ്രഹിക്കണമേ, മഹായിടവ ഭാരവാഹികളെ, ശുശ്രൂഷകന്മാരെ, സഭകളെ കർത്താവ്, സഭാമക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. വാഴ്ത്തപ്പെട്ട പിതാവേ, ദൈവാലയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിട്ടും അതിന് സാധിക്കാതെ ഭവനങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട പിതാവ്, ഇതിന്റെ കരങ്ങളിലേക്ക് ലോകത്തെ പാടുള്ള ഡോക്ടർമാരെ, ആരോഗ്യ പ്രവർത്തകരെ, ഫാർമസിസ്റ്റുകൾ, ടെക്നീഷ്യന്മാര്, നഴ്സുമാര്, ആരോഗ്യ പ്രവർത്തനം പ്രവർത്തിക്കുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബസലേലിനും ഒഹൊല്യാവിനും ജ്ഞാനം നൽകിയ പരിശുദ്ധ പിതാവേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം തുണയും കൊടുത്ത് അവരിലൂടെ നന്മയുണ്ടാകുവാൻ, വിടുതലുണ്ടാകുവാൻ സ്വർഗീയ നല്ല പിതാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഉയർത്തിയേൽപ്പിക്കുകയാണ്. നിന്റെ മഹാനുള്ള കരങ്ങൾ ഞങ്ങളെ കാക്കണമേ. ഈ പ്രതികൂല നാളുകളിൽ, പ്രയാസവേളകളിൽ ആശ്വാസം കർത്താവിനോട് ചേർന്ന് കണ്ടെത്തുന്ന ഞങ്ങൾ പഠിപ്പിക്കണമേ. ആത്മീയമായി ഞങ്ങളെ പുതുക്കണമേ. ഓരോ കൂടി വരവരുടെയും കർത്താവിനോട് കൂടുതൽ എടുക്കുവാൻ, കർത്താവിനോട് കൂടെ ചേർന്നിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെമ്പാടുമുള്ള നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നീ സഹായകനാകണമേ, സാന്നിധ്യമാകണമേ, അനുഗ്രഹമാകണമേ, കൃപയോടെ കരുതണമേ. സ്വർഗത്തിലെ അപ്പച്ചാ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ മറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കുറവുകളെ കണക്കിടരുത്. ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുകയും സകല ലോകത്തിനും സൗഖ്യവും ആശ്വാസവും വിടുതൽ കൽപ്പിക്കുകയും ചെയ്യണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുക. മഹത്വം ആർക്കപ്പെട്ട കുഞ്ഞാടിന് തരുന്നു. നസറായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ എളിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനുമേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിനും ഞങ്ങളെ ഏൽപ്പിച്ച ആളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്നു. അങ്ങനെ ഞങ്ങളെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണായ ബോധം ഞങ്ങൾക്ക് തരേണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും അവർക്ക് കൃപയും ശക്തി ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം കൃപ അരുളേണമേ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടെ കർത്താവിന്റെ ആശീർവാദത്തെ സ്വീകരിപ്പിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. കർത്താവിന്റെ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവിന്റെ നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവുന്ന പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും കൂട്ടായ്മയും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നവമാധ്യമത്തിലൂടെ ദേശത്തിൻ്റെ നാനായിടങ്ങളിലായിരുന്നു കൊണ്ട് ഈ വിശുദ്ധ ആരാധനയിൽ പങ്കാളികളായി തീർന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഞായറാഴ്ച ശ്രീജന സഖ്യ ഞായറാഴ്ചയാണ്. അടുത്ത ആഴ്ചയിലെ ഞായറാഴ്ചയിലെ വിശുദ്ധ ആരാധനയ്ക്ക് നമ്മുടെ സഭയിലെ ശ്രീജന സഖ്യ അംഗങ്ങൾ നേതൃത്വം നൽകുന്നതായിരിക്കുമെന്ന് വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുന്നു. മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിലേക്ക് നമ്മൾ സഭയായിട്ട്, കുടുംബമായിട്ട്, വ്യക്തികളായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരംശം വളരെ സന്തോഷത്തോടുകൂടെ മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നൽകണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആരാധനയുടെ അവസാനമായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 390 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 390 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം.
സമാധാനത്തോടെ ഭവനങ്ങളിലായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.